ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ പരിവർത്തനം സാധ്യമാക്കുമെന്ന് ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നമായ ഉദയ് പുറത്തിറക്കി UIDAI. ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് തൃശൂരിൽ നിന്നുള്ള അരുൺ ഗോകുൽ. SIRുമായി ബന്ധപ്പെട്ട് VIP പ്രവാസി വോട്ടർമാർക്ക് ഹിയറിംഗിന് ഹാജരാകാതെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ പരിവർത്തനം സാധ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് യോഗത്തിന് ന്യൂഡൽഹിയിലെ വസതിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടുത്ത മാസം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ഉച്ചകോടിയിലേക്ക് യോഗ്യത നേടിയ 12 ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ആതിഥേയത്വത്തിലൂടെ രാജ്യത്തിന് സാങ്കേതിക മേഖലയിൽ നിർണായക സ്ഥാനം വഹിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദി വേൾഡ് എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷമായ AI മോഡൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്പ് പ്രതിനിധികളോട് പറഞ്ഞു. AI ആവാസ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാജ്യം പുലർത്തുന്ന ശക്തമായ പ്രതിബദ്ധതയെ AI സ്റ്റാർട്ടപ്പുകൾ യോഗത്തിൽ അഭിനന്ദിച്ചു. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. 4 ദിവസത്തെ പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ വികസിത ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ പങ്കുവയ്ക്കും. രാഷ്ട്രീയ ഭേദമില്ലാതെ 1 ലക്ഷം ഭാവി നേതാക്കളെ വാർത്തെടുക്കാനാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര യുവജനകാര്യ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. विकसित भारत यंग लीडर डायलॉग, मोदी जी ने कहा कि मुझे 1 लाख ऐसे युवा लीडर तैयार करना है जिसका कोई पॉलिटिकल बैकग्राउंड ना हो और वो जिसमें देश के अलग अलग क्षेत्र, चाहे ट्राइबल एरिया हो चाहे विलेज हो, उसके युवाओं में लीडरशिप की टैलेंट है, उसको आइडेंटिफाई करके एक अच्छा लीडर डेवलप करना. दूसरी एडिशन में हमने जो हमारे डायस्पोरा है उससे भी एक ट्रैक 80 दुनिया में रहे युवा जो बर्थ बोर्न इंडिया में हो या तो इंडियन डायस्पोरा के एक पार्ट हो, ऐसे लोगों को भी बुलाया गया है. ഈ മാസം 12-ന് നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമായി 2500ഓളം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ച് 60ഓളം യുവതീ യുവാക്കൾ ഇതിന്റെ ഭാഗമാകും. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നമായ ഉദയ് പുറത്തിറക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ദേശീയതല മത്സരത്തിൽ തൃശൂരിൽ നിന്നുള്ള അരുൺ ഗോകുൽ 1ാം സ്ഥാനം നേടി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ UIDAI ചെയർമാൻ നീലകണ്ഠ മിശ്ര ഔദ്യോഗിക ചിഹ്നം അനാവരണം ചെയ്യുകയും വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്തു. മൈഗവ് പ്ലാറ്റ്ഫോമിലൂടെ നടന്ന മത്സരത്തിലൂടെയാണ് ഔദ്യോഗിക ചിഹ്നം കണ്ടെത്തിയത്. വിദ്യാർത്ഥികളിൽ നിന്നും ഡിസൈനർമാരിൽ നിന്നുമായി 875 എൻട്രികൾ ഇതിനായി ലഭിച്ചിരുന്നു. ഉത്തരവാദിത്തമുള്ള പൌരനായി മാറാൻ രാജ്യസ്നേഹവും അഭിമാനബോധവും കൂടിയേ തീരുവെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ന്യൂഡൽഹിയിൽ NCC റിപ്പബ്ലിക് ഡേ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിനായി എല്ലാവരും എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത വളർത്താൻ ഓപ്പറേഷൻ സിന്ദൂർ ഉപകരിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. जिंदगी में अपने लिए आगे बढ़ जाना ही सब कुछ नहीं है, बल्कि देश के लिए कुछ करना भी बहुत जरूरी है. एक जागरूकता तो आई है, लेकिन उसे हमें बरकरार रखना है, अपना कॉन्ट्रीब्यूशन देते हुए देश निर्माण की तरफ हर जगह जहाँ पे भी मौका लगे, जहाँ पे भी हमें लगे कि हमारी जरूरत है, आगे से आगे बढ़ के हमें इसमें योगदान देना है. SIRുമായി ബന്ധപ്പെട്ട് VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ.
രേഖകളുടെ കാര്യത്തിൽ തൃപ്തരെങ്കിൽ ഉടൻ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം AEROമാരിൽ നിക്ഷിപ്തമാണ്. ഹിയറിംഗിന് ഹാജരാകേണ്ട തീയതികളിൽ തൃപ്തികരമായ രേഖകൾ സമർപ്പിക്കുന്ന പക്ഷം പ്രവാസി VIP വോട്ടർമാരെ ഇലക്ടറൽ റോളിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം ഇറോനെറ്റിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാവുന്നതാണ്. ബീഹാർ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടപ്പാക്കുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ അന്തിമ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് നിർവഹണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനമായ IICDEMന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഈ മാസം 21 മുതൽ 23 വരെയാണ് IICDEM നടക്കുക. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. അക്കാദമിക വിദഗ്ധർ, IIT, IIM, NLU, IIMC വിദ്യാർത്ഥികൾ എന്നിവരും IICDEMൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ prasarbharati.gov.in/PB വേക്കൻസീസ് എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടികളെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള വെല്ലുവിളിയാണ് US നടപടിയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടർ പ്രക്രിയയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിദാരിദ്ര്യമുക്തമായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് പോകില്ലെന്ന് ഉറപ്പാക്കാൻ 2ാം ഘട്ടത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ 64,006 കുടുംബങ്ങളെ 3 വർഷം നീണ്ട പ്രവർത്തനത്തിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുകയായിരുന്നു. ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായ ഒരു കുടുംബവും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പാക്കാനുമാണ് EPEP 2.0. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന BJP യോഗങ്ങളിലും കേരള കൗമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അധ്യക്ഷം വഹിച്ചു. റോഡ് സുരക്ഷ, പൊതുഗതാഗതം തുടങ്ങി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യോഗത്തിൽ നടന്നു. ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. സിഡ്നിയിൽ നടന്ന 5ാം ടെസ്റ്റ് ജയിച്ചതോടെ പരമ്പര 4-1 ഓസീസ് സ്വന്തമാക്കി. 5ാം ദിനം ഇംഗ്ലണ്ട് ഉയർത്തിയ 160 റൺ വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ ഭേദിക്കുകയായിരുന്നു. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 തുടക്കം കുറിച്ച പ്രഗതി സംരംഭത്തിന്റെ 50ാമത് യോഗം വിജയകരമായി നടന്നു. നിരവധി അടിസ്ഥാന സൌകര്യ പദ്ധതികൾ യഥാസമയം പൂർത്തിയാക്കുന്നതിൽ പ്രഗതി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നഗരമേഖലയിലെ ഭവന അടിസ്ഥാന സൌകര്യ പദ്ധതികളിൽ പ്രഗതി പ്ലാറ്റ്ഫോം സുപ്രധാന സംഭാവനകളാണ് നൽകിയത്. PM ആവാസ് യോജന അർബൻ, സ്മാർട്ട് സിറ്റി മിഷൻ, PM സ്വാനിധി തുടങ്ങി 7ഓളം നഗര കേന്ദ്രീകൃത പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഗതി യോഗങ്ങളിൽ നേരിട്ട് വിലയിരുത്തി. മന്ത്രാലയങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുമിടയിലെ ഏകോപനം ശക്തിപ്പെടുത്തി പദ്ധതികളുടെ വേഗം വർദ്ധിപ്പിക്കാനും ഈ സംരംഭത്തിലൂടെ സാധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ പരിവർത്തനം സാധ്യമാക്കുമെന്ന് ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നമായ ഉദയ് പുറത്തിറക്കി UIDAI. ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് തൃശൂരിൽ നിന്നുള്ള അരുൺ ഗോകുൽ. SIRുമായി ബന്ധപ്പെട്ട് VIP പ്രവാസി വോട്ടർമാർക്ക് ഹിയറിംഗിന് ഹാജരാകാതെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തനിയു കേൽക്കർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും.
ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.